അങ്ങനെ കോയമ്പത്തൂരിലെത്തി ഈ കൊല്ലത്ത് പയറ്റിയ അതേ തന്ത്രം, ഈ ഗൂർഖകളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം. കോയമ്പത്തൂർ പോലൊരു മഹാനഗരത്തിൽ പൊതുവെ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഗൂർഖകൾക്കിടയിൽ ആ ഒരു സന്തോഷിനെയും ഭാര്യ രമ്യയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം ഏറെക്കുറെ വിഫലമായി. എന്നിട്ടും അവർ വീണ്ടും അന്വേഷണം തുടർന്നു. അതിനിടെ മറ്റൊരു തന്ത്രമാണ് അവിടെ പോലീസ് ആവിഷ്കരിച്ചത്. അവിടെ ഇവരൊരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന വ്യാജേന, അവിടെ റിക്രൂട്ടിംഗ് ഏജൻസിക്കാരെന്ന വ്യാജേന ഗൂർഖകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരോട് പറയുന്നു, എറണാകുളത്ത് പുതുതായി ആരംഭിക്കുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് തങ്ങൾ വരുന്നത്, അപ്പോൾ തങ്ങൾക്ക് ആരോഗ്യ ദൃഢഗാത്രരായ 30ഓളം ഗൂർഖകളെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഗൂർഖകളുടെ കൂടി ആവശ്യമായി മാറി. അവർ ഈ നാട്ടിലുള്ള കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ഗൂർഖകളെയും ഇവരെ കൊണ്ടുപോയി നടന്ന് കാണിച്ചു കൊടുത്തു. എന്നാലും അന്നേ ദിവസം ഒരു 450-ലധികം ഗൂർഖകളെ ഇത്തരത്തിൽ അലക്സാണ്ടർ തങ്കച്ചനും സംഘവും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ടും സന്തോഷിലേക്ക് എത്താനുള്ള ഒരു വഴിയും അത് തുറന്നു കൊടുത്തില്ല. ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു ഗൂർഖയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ രമ്യയെക്കുറിച്ചോ സന്തോഷിനെക്കുറിച്ചോ യാതൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ നിരാശരായി പിറ്റേ ദിവസവും അവിടെ തുടരാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോഴും ഇവർ ഡൽഹി വഴി കാഠ്മണ്ഡുവിലേക്ക് പോയി കാണുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു.